Hi everyone, this is Jabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ഏരിയയിലെ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകളും അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങൾ പറയുന്നത് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ വീക്കിലെയും അതോടൊപ്പം എല്ലാ വീഡിയോസിന് ശേഷവും നമ്മൾ റിലീസ് ചെയ്യുന്ന വാൾപേപ്പേഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾ ലഭിക്കും. 4K വാൾപേപ്പേഴ്സാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ അവിടെയും നിങ്ങൾക്ക് എന്തായാലും ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ദിസ് ഇസ് ജേബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഐശ്വര്യമായിട്ട് അപ്ഡേഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. iOS 26.2ൻ്റെ പുതിയ RC റിലീസ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ കുറേയധികം ഫണ്ടമെന്റൽ ചേഞ്ചസും അതോടൊപ്പം നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു RC റിലീസ് എല്ലാ ബീറ്റ ടെസ്റ്റ് റണ്ണേഴ്സിനും അപ്ഡേറ്റ് ചെയ്യാം. ഒഫീഷ്യൽ അപ്ഡേഷന് തൊട്ട് മുമ്പുള്ള അപ്ഡേറ്റ് ആണ്, അതായത് ഡെവലപ്പേഴ്സിന് കിട്ടുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് RC എന്ന് പറയുന്നത്. ഇനി എന്നാണ് ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ വരുന്ന വീക്കിൽ തന്നെ നമുക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ അല്ലെങ്കിൽ iOSൻ്റെ വേൾഡിൽ ഇപ്പം നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അടുത്തൊരു കാര്യം, iOS ആപ്പിൽ തന്നെ അല്ലെങ്കിൽ ഐഫോൺ മാത്രമല്ല ആൻഡ്രോയിഡ് ഫോണിലും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ട് ഒരു നിയമം വന്നിട്ടുണ്ട്. പക്ഷേ അത് ആപ്പിൾ ഡിക്ലൈൻ ചെയ്തു അല്ലെങ്കിൽ ഡിനൈ ചെയ്തു എന്ന റിപ്പോർട്ടുണ്ട്. സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് ഐഫോണിൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കൊണ്ടുവരാനായിട്ട് ആപ്പിൾ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. വേറൊന്നുമല്ല, അങ്ങനെ കൊണ്ടുവന്ന് തന്നെ അതൊരു പ്ലോട്ട് വെയർ ആയിട്ട് നമ്മളിപ്പോൾ ഓപ്പോയോ ആൻഡ്രോയിഡ് ഒക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വേറെ കുറേ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അതിലുണ്ടാവും. ഈ ടിക്ടോക്ക് അതേപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. പക്ഷേ ഐഫോണിലേക്ക് നോക്കുമ്പോൾ ഒരു ക്ലീൻ OS എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഐഫോണിൽ വേറെ ഒരു ആപ്ലിക്കേഷൻസും പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരില്ല, എക്സെപ്റ്റ് ആപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലാതെ ഈ ഫോട്ടോ, മെഷർ ആപ്പ്, മ്യൂസിക്, ക്യാമറ അങ്ങനെ അല്ലാതെ വേറെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. സോ സെയിം സംഭവം ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് വരുമ്പോൾ സഞ്ചാർ സാധ്യ എന്ന ആപ്ലിക്കേഷൻ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ആപ്പിൾ അത് ഭയങ്കര ഡിനേ ചെയ്യും. പക്ഷേ ഗവൺമെൻറ് അത് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം തൊട്ട് താഴത്തൊരു റിപ്പോർട്ട് വായിച്ചത്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസറിന് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, എന്നാൽ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ പോരെ. എന്തിനാ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വേണം നിർബന്ധം പിടിക്കുകയും അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുകയും ചെയ്യുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ആയാലും ഇപ്പോൾ ആപ്പിൾ അത് ഡിനേ ചെയ്തിട്ടുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം, നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റോറിലെല്ലാം ഇപ്പോൾ അത് അവൈലബിൾ ആണ്. ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ആ ഒരു സംഭവം ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഫോണൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യൂലേ, സെക്കൻഡ് ഹാൻഡ് ഐഫോണൊക്കെ നമ്മൾ വാങ്ങിക്കുമല്ലോ. ഈ ഐഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു ഫോൺ എന്തെങ്കിലും ഒരു കേസിൽ പെട്ടോ, അതാണ് ഫോണൊക്കെ നമ്മൾ ചില സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്കിനൊക്കെ നമ്മൾ ഫോണുകൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഫോൺ അതിൻ്റെ ഒരു വിക്ടമാണോ അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്ത ഫോണാണെങ്കിൽ പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നെല്ലാം അറിയാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങിക്കുമ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അടുത്തൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ChatGPTയും ആപ്പിൾ ഹെൽത്തും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്, ഒന്നാവാൻ പോവാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ കൊല്ലങ്ങളൊക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ അപ്ഡേഷൻസിലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആപ്പിൾ ഹെൽത്ത് പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആപ്പിൾ മിക്കവാറും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആപ്പിൾ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമനെ, നമ്മുടെ ഇപ്പം എൻ്റെ ഐഫോണിൻ്റെ ഓണർ ഞാനാണ്, അപ്പോൾ എൻ്റെ ഹെൽത്താണ് അതിൽ ഫുള്ള് ഡീറ്റെയിൽസ് ആയി വരുന്നത്. ആ ഒരു ഡീറ്റെയിൽസ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ബ്രീഫിങ്, നിങ്ങൾക്ക് വേണ്ട സമ്മറൈസേഷൻ, നിങ്ങൾക്ക് വേണ്ട ഹെൽത്ത് ബെനിഫിറ്റ്സ്, സ്റ്റെപ്സ് എല്ലാം തരുന്ന ഒരു AI കമ്പാനിയൻ, ഹെൽത്ത് കമ്പാനിയനായിട്ട് ChatGPTയും ആപ്പിൾ ഹെൽത്തും കൂടെ വരുമെന്ന് ഒരു റിപ്പോർട്ട് ഉണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ റീപ്ലേ എത്ര പേര് യൂസ് ചെയ്യാറുണ്ട്. അതായത് ആപ്പിൾ റീപ്ലേ എന്ന് പറയുന്നത് ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഒരു സെക്ഷനാണ്. നമ്മൾ ഒരു കൊല്ലം കേട്ട ഫുൾ പാട്ടുകളുടെയും ഒരു റീപ്ലേ, ഏറ്റവും കൂടുതൽ കേട്ട ആർട്ടിസ്റ്റ്, ഏറ്റവും കൂടുതൽ കേട്ട ആൽബം, പാട്ട് എല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ആപ്പിൾ തരും. അതിപ്പോൾ ലൈവായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബർ ആണെങ്കിൽ അത് ആപ്പിൾ മ്യൂസിക്കിൽ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു മാസം ക്രിസ്മസ് മന്ത് ആയതുകൊണ്ട് ആപ്പിളിൻ്റെ തന്നെ അല്ലെങ്കിൽ എവിക്കയുടെ ക്രിസ്മസ് എഡിഷൻ സോങ്സുകളും നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതെടുക്കാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണത്. ഇതെടുക്കുന്നതുകൊണ്ട് എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ ഏറ്റവും നല്ല അടിപൊളി പാട്ടുകൾ
തപ്പിപ്പിടിച്ച് പോകുന്നു വേണ്ട. ഈ ഒരു എവിക്കയുടെ പ്ലേലിസ്റ്റ് തന്നെ ട്രാക്സ് ഉണ്ടാവും, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ടാഗൊക്കെ ചെയ്ത് ജസ്റ്റ് ഒരു പോസ്റ്റൊക്കെ ഇടുക, സ്റ്റോറിയൊക്കെ ഇടുക. നമുക്കത് റീപോസ്റ്റ് ചെയ്യാം. അത് നമുക്കും സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ എന്താ പറയുക, പബ്ലിക് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ പബ്ലിക്കിൽ അത് ഹെൽപ്പ് ആവുന്നുണ്ട് എന്നറിയുമ്പോൾ അത് എനിക്കും വലിയൊരു ഹെൽപ്പാണ്. ടാപ്പ് ടു പേ എന്ന ഓപ്ഷൻ ആപ്പിളുണ്ട്. ആപ്പിളിൻ്റെ തന്നെ ആപ്പിൾ പേ കേട്ടിട്ടുണ്ട്. ടാപ്പ് ടു പേ എന്ന ഓപ്ഷൻ മർച്ചൻഡൈസും കസ്റ്റമേഴ്സും തമ്മിലുള്ള യൂസറാണ്. അതായത് ആപ്പിൾ പേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഫോൺ വെച്ച് വെക്കില്ലേ, നമ്മൾ ഫോൺ വെച്ചാൽ അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ടാപ്പ് ടു പേ എന്ന് പറയുന്നത് ഞാനൊരു സെല്ലറാണ്, നിങ്ങളൊരു ബയ്യറാണ്. അപ്പോൾ എൻ്റെ കടയിൽ വന്നിട്ട് നിങ്ങൾക്ക് സാധനം വാങ്ങിയ നേരം എനിക്ക് സ്വൈപ്പിംഗ് മെഷീൻ്റെ ആവശ്യമില്ല. എൻ്റെ ഐഫോണിൽ തന്നെ ഞാനൊരു പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫോൺ കാണിക്കും. നിങ്ങളുടെ കാർഡില്ലേ, ATM കാർഡോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വാട്ടെവർ, ഈ ഒരു കാർഡ് ഫോണിൽ കൊണ്ടുവന്ന് ടാപ്പ് ചെയ്യും. ഫോണിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഫോൺ നമ്മുടെ സ്വൈപ്പിംഗ് മെഷീനായിട്ട് ആക്ട് ചെയ്ത് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് ടാപ്പ് ടു പേ. അത് ഇപ്പോൾ സിംഗപ്പൂരിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതും കൂടെ വരുമ്പോൾ ഏകദേശം 50 കൺട്രിയിലേക്കാണ് ടാപ്പ് ടു പേ ഇപ്പോൾ ആപ്പിൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കാര്യം, ഡിസംബർ 6-ാം തീയതി ചൈനയിലെ ബീജിങ്ങിൽ പുതിയൊരു ആപ്പിൾ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ കഴിഞ്ഞ ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ചൈനയിൽ ആരും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് തന്നെ വരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആരും കമൻറ്റ് ചെയ്തില്ല. നിങ്ങളുടെ ആ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. എന്നാലാണ് എനിക്കും കുറേയധികം കാര്യങ്ങൾ ഇംപ്രവൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, ഈ വരുന്ന 11-ാം തീയതി ആപ്പിളിൻ്റെ തന്നെ വേറെ 5th സ്റ്റോർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. UP-യിലെ നോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് നോയിഡയിൽ സെക്ടർ 12-ലാണ് ഈ ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സെപ്റ്റംബറിൽ ഹെബ്ബാൽ തുറന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡിസംബറിൽ ഈ കൊല്ലം തന്നെ ഒരു ആപ്പിൾ സ്റ്റോർ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ അത് ഡിസംബറിൽ പുതിയ സ്റ്റോർ ഇന്ത്യയിൽ തന്നെ 5th സ്റ്റോറാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആപ്പിൾ നോയിഡ എന്ന് പറയുന്നത്. അടുത്തത്, നിങ്ങളൊരു എയർപോർട്ട് യൂസറാണ്, എസ്പെഷ്യലി എയർപോർട്ട് പ്രോ യൂസർ ആണെങ്കിൽ വരാൻ പോകുന്ന എയർപോർട്ട്സിൽ ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഹെൽത്ത് ഫീച്ചർ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ എയർപോർട്ട്സ് വെച്ച് ഇപ്പോൾ ഹിയറിംഗ് എയ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഹാർട്ട് ബീറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സെൻസ് ചെയ്യാൻ പറ്റും. ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ ഓൾറെഡി ആപ്പിൾ ഇത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ റിസർച്ച് പേപ്പേഴ്സും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ എയർപോർട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ സിഗ്നൽസ് ട്രാക്ക് ചെയ്യാനും അത് എഡ്യൂക്കേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റം ആപ്പിൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇയർ കനാലിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിനായിട്ട് ഏറ്റവും കൂടുതൽ സിഗ്നൽസ് പോകുന്നത് ഈ ഒരു ഇയർ കനാൽ അല്ലെങ്കിൽ ഇയറിൻ്റെ അടുത്തായിട്ടാണ്. സോ ആ ഒരു എന്താ പറയുക, റോ ആയിട്ട് വരുന്ന സിഗ്നൽസിനെയും ഫ്രീക്വൻസിനെയും സ്റ്റഡി ചെയ്ത് ആപ്പിൾ നമുക്ക് സീഷറില്ലേ, അതായത് അപസ്മാരം അങ്ങനെ കുറേയധികം ഹെൽത്ത് ഫീച്ചേഴ്സും അങ്ങനത്തെ കുറേയധികം ഹെൽത്ത് ഡിസീസസും കണ്ടുപിടിക്കാനും ആ ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയുള്ള പ്രിവെൻഷനും ബാക്കി കാര്യങ്ങൾ ട്രിഗർ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ തരാനും ആപ്പിൾ അതിന് വേണ്ട ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ട്സ് വഴി. സോ ആപ്പിൾ ഈസ് മോർ ഓവർ ഫോക്കസിങ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ ആ ഒരു തലത്തിലേക്കും കൂടെ ആപ്പിൾ അവിടെ എയർപോർട്ട്സിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്പിളിൻ്റെ സിൽക്കൺ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ തന്നെ മേക്കിംഗ് അല്ല, അതായത് ഇൻഹൗസ് മാത്രമായിട്ട് മേക്ക് ചെയ്തല്ല, പലധികം വേറെ മാനുഫാക്ചറേഴ്സും കൂടെയാണ് ആപ്പിളിന് അവരുടെ സിൽക്കൺ ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. TSMC ആണ് ഇത്രയും നാൾ അവരുടെ M സീരീസ് ചിപ്പ്, അതായത് മാക്കിലൊക്കെ വെച്ചിരിക്കുന്ന M സീരീസ് സിൽക്കൺ ചിപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു വെച്ചാൽ TSMC കൂടിയാണ്. ആ ഒരു കൊളാബറേഷൻ വിട്ടിട്ട് ആപ്പിൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മാറാൻ പോവാണ് എന്നൊരു റിപ്പോർട്ടുണ്ട്. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇന്ത്യയിലേക്കാട്ടും ഫാർ ബെറ്റർ ആയിട്ടാണ് ആപ്പിളിൻ്റെ സിൽക്കൺ TSMC ചെയ്തുകൊണ്ടിരിച്ചത്. ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അത് താഴത്തേക്ക് പോകുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം ഇപ്പോൾ ആപ്പിളിൻ്റെ ഉള്ളിൽ കുറേയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ലിക്വിഡ് ഗ്ലാസിൻ്റെ എഫക്റ്റ് കൊണ്ടുവന്നപ്പോൾ ഒരു അലൻ ഈവ് എന്ന് പറഞ്ഞൊരാളെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ നേരത്തെ ഉണ്ടായ UIയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, ചീഫായിട്ട്. ഈ അലൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അലൻ ഈവ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ആപ്പിൾ ഇന്ന് റിസൈൻ ചെയ്ത് മെറ്റയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഈ ഒരു അലൻ എന്ന് പറഞ്ഞ ആൾ വെറുതെ ലിക്വിഡ് ഗ്ലാസിന് വേണ്ടി വന്ന ആളല്ല. വിഷൻ പ്രോൻ്റെ ആപ്പുകൾ 2006-ലോ 2007-ലോ എന്തിലോ പാക്കിംഗ് സെക്ഷൻ തൊട്ട്, അതായത് നമ്മളെ കാണുന്ന ആപ്പിളിൻ്റെ ഈ ഒരു പാക്കേജിങ് ലൈഫുണ്ട്, അത് തൊട്ട് ഇപ്പോൾ കാണുന്ന ലിക്വിഡ് ഗ്ലാസ് വരെയും പുള്ളിക്കാരൻ്റെ ക്രിയേറ്റീവ് ഹെഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ സംതിങ് ഈസ് ബിഗ് ട്രബിൾ ഈസ് കുക്കിംഗ് ഓൺ ആപ്പിൾ. അത് പ്രശ്നമാവുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ ആപ്പിൾ അത് റിട്രീവ് ചെയ്തില്ലെങ്കിൽ വലിയൊരു പതനം മേ ബി ആപ്പിളിന് വരാനുള്ള ചാൻസ്
ഞാൻ കാണുന്നുണ്ട്. വരില്ലായിരിക്കും, പക്ഷെ അത് എൻ്റെ പെർസെപ്ഷൻ ഞാൻ പറഞ്ഞാണ്, അങ്ങനെ വരാതിരിക്കട്ടെ. സോ അങ്ങനെ ഒരു കാര്യം കൂടെ ഇപ്പോൾ ആപ്പിളിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആപ്പിളിനുള്ളിൽ കുറേ പേര് റിട്ടയർ ചെയ്ത് റിസൈൻ ചെയ്തൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിളിൻ്റെ സ്വന്തം ചിപ്സെറ്റ് വേറെ കുറേ ബ്രാൻഡുകൾക്കും കമ്പനികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അടുത്തൊരു ന്യൂസാണ്, ഐഫോൺ ഫോൾഡ് അല്ലെങ്കിൽ ഐഫോൺ അൾട്ര എന്ന് പറയുന്ന ഡിവൈസ് 2026 സെപ്റ്റംബറിൽ നമുക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ഡിവൈസ് ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്പിളിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ലക്ഷറി പ്രൊഡക്റ്റായിട്ട് വരാൻ പോകുന്നതും ഈ ഒരു ഐഫോൺ അൾട്ര എന്ന് പറയുന്ന മോഡലായിരിക്കും. ഇനി ആപ്പിൾ വാച്ചിൻ്റെ കാര്യം പറയാം. ആപ്പിൾ വാച്ച് യൂസേഴ്സിന് ഹൈപ്പർ ടെൻഷൻ അഥവാ നമ്മുടെ BP അറിയാനുള്ള ഓപ്ഷൻ, നമുക്ക് ഹൈപ്പർ ടെൻഷൻ ആയിട്ട് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാക്കിങ്ങിൻ്റെയും അതോടൊപ്പം അതിൻ്റെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ഫീച്ചർ ചില സെലക്റ്റഡ് കൺട്രീസിലുണ്ടായല്ലോ. അത് ആപ്പിൾ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യ, UAE അങ്ങനെ കുറേയധികം വിയറ്റ്നാം കുറച്ചധികം കൺട്രീസിലേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആപ്പിൾ ഒരു ടെക്നോളജി കമ്പനി മാത്രമല്ല, ഹ്യൂമൻ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈപ്പർ ടെൻഷൻ, ബ്രെയിൻ സിഗ്നൽസ്, സീഷേഴ്സ്, ഹിയറിംഗ് എയ്ഡ്, നമ്മുടെ ഹൈ ഹാർട്ട് റേറ്റ് സെൻസിങ് അതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യും. എനിക്ക് കഴിഞ്ഞ ദിവസം പനിയാണ്, ഞാൻ കഴിഞ്ഞ ന്യൂസ് വീഡിയോയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഈ ഒരു പനി സമയത്ത് എൻ്റെ ഹാർട്ട് റേറ്റ് 120-നേക്കാട്ടും കൂടുതൽ കുറേ വട്ടം പോയി. ഇതെല്ലാം എൻ്റെ ആപ്പിൾ വാച്ച് ഞാൻ കൈ കിട്ടിയപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇടവിട്ട് എൻ്റെ ഹാർട്ട് ബീറ്റ് ഞാൻ അറിയുന്നില്ല. ഞാൻ നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ പപ്പയുടെ സംസാരിച്ച്, എൻ്റെ സിസ്റ്ററിനോട് സംസാരിച്ച്, എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കര നോർമലായിട്ട് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നോർമലായിട്ട് ഫീൽ ചെയ്യുക. പക്ഷെ എൻ്റെ ഹാർട്ട് ഉള്ളിൽ കിടന്ന് നല്ല രീതിക്ക് ഇടിക്കുന്നുണ്ടായിരുന്നു. അത് നോർമലി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ വാച്ച് 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ സെൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റ് സെൻസ് ചെയ്യുമ്പോൾ പറഞ്ഞ് 10 മിനിറ്റായിട്ട് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് 120 BPM-നേക്കാളും കൂടുതലാണ്. അതായത് BPM ബീറ്റ്സ് പെർ മിനിറ്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അത് നോക്കണം. എന്താ യൂഷ്വൽ നിങ്ങൾ റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടും ആ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ നോക്കണമെന്നുണ്ട് നമ്മുടെ വാച്ചിന് നോട്ടിഫിക്കേഷൻ വന്നു. സോ ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്ത് സെൻട്രിക് ആയിട്ട് നിൽക്കുന്ന ഇത്രയും നല്ലൊരു കമ്പനി ഞാൻ വേറെ കണ്ടിട്ടില്ല. വൂപ്പായിട്ടൊന്നും കമ്പയർ ചെയ്തത്, വൂപ്പ് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ഹെൽത്ത് സെക്ടറിലുള്ളതാണ്. പക്ഷേ ആപ്പിൾ എന്ന് പറയുന്നത് ടെക്നോളജി, അതായത് ഫോൺ, കമ്പ്യൂട്ടർ എന്നീ പറഞ്ഞ കാര്യങ്ങളിലുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഹെൽത്തിനെയും അത്രമാത്രം പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു കാര്യമാണ് ആപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ദി ഇയർ 2025 എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ചധികം ഫൈനൽ ലിസ്റ്റുകൾ ഉണ്ട്. അടുത്ത ഒരു ഗ്രൂപ്പിലേക്ക് പോകുന്ന കുറച്ചധികം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ദി ഇയർ ഏതാണ് തൊട്ടത് കമൻറ്റ് ചെയ്യുക. എന്നാലാണ് നമുക്ക് ഫൈനൽ ഒരു വിന്നർ ഓഫ് ദ ആപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ദി ഇയർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ ഈ ഒരു ന്യൂസ് വീഡിയോയിൽ കുറേ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതിന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഫ്രീ അല്ലേ ഇത്, വെറുതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അടിപൊളിയായ ആപ്പിൾ ടോപ്പിക്സും കോണ്ടൻസും ലഭിക്കും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ എവിക്കയുടെ പേജിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സെലക്ടഡ് ആയ വാൾപേപ്പേഴ്സ് എല്ലാ വീക്കിലും ലഭിക്കും. ഓരോ വീഡിയോസിന് ശേഷം ലഭിക്കും. നിങ്ങൾക്ക് അടിപൊളിയായ കാര്യങ്ങൾ അവിടെ നിന്നും അറിയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് യെവിൻ സേവ്യ സൈനിങ് ഫ്രം എവിക്ക.